മൈസൂർ വന്നതാണ് കേട്ടോ. രാവിലെ ഒരു 7 മണിയാകുമ്പോൾ വയനാട് കൽപ്പറ്റയിൽ നിന്ന് നമ്മൾ പിന്നെ മൈസൂരേക്ക് വന്നു. മൈസൂരിൽ ചെറിയ പിന്നെ ഒരാവശ്യമായി വന്നതാണ്. അപ്പോൾ ആ ആവശ്യം കഴിഞ്ഞു ഞാൻ തിരിച്ച് വരികയാണ്. ഇപ്പോൾ ഏകദേശം സമയം 1 മണി. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൈസൂർ വരുമ്പോൾ കഴിക്കുന്നൊരു ഭക്ഷണം, ലഞ്ച് കഴിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ചെറിയൊരു സെറ്റപ്പാണ്, വലിയ ഹൈജീനൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ പിന്നെ ഞാൻ അവിടുന്ന് പിന്നെ എനിക്ക് അവിടുത്തെ റൈസും അവിടുത്തെ സാമ്പാറും വടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. രസവും തൈരും എല്ലാം ഉണ്ടാവും അവിടെ. അവിടുന്ന് ഞാൻ വെള്ളം ഒന്നും കുടിക്കാറില്ല. ഞാൻ ബോട്ടിൽ വെള്ളം വേറെ വാങ്ങിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഞാൻ യൂഷ്വലി പുറത്തിറങ്ങുമ്പോൾ അവിടെ നിന്ന് വരുന്ന വെള്ളമൊന്നും ഞാൻ കുടിക്കാറില്ല. എല്ലാവർക്കും ജോണ്ടിസും കാര്യങ്ങളും മഞ്ഞപ്പിത്തൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട് ചെയ്യുന്ന സമയമാണല്ലോ അവിടെ. അത് ഇപ്പോഴല്ല, എപ്പോഴാണെങ്കിലും ഞാനത് യൂസ് ചെയ്യാറില്ല. ഞാൻ ഒന്നില്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് തിളപ്പിച്ച വെള്ളം കൊണ്ടുവരും, അല്ലെങ്കിൽ പിന്നെ ഇത് കൊണ്ടുവരും, അതായത് മിനറൽ വാട്ടർ മേടിക്കും. ഇതാണ് ഞാൻ ചെയ്യാറ്. ഏതായാലും നമുക്ക് പിന്നെ ഈ കടേൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം അല്ലേ. ഇതിപ്പോൾ നെഞ്ചങ്കോട് കഴിഞ്ഞ് അടുത്തുള്ള നെഞ്ചങ്കോട് കഴിഞ്ഞ ഉടനെ ടുവേർഡ്സ് ഗുണ്ടിൽപേട്ട നെഞ്ചങ്കോട് കഴിഞ്ഞ ഉടനെ ഉള്ള ഒരു ചെറിയൊരു സിഗ്നലിലാണ് ഈ കട സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. നല്ല വെയിലാണ് കേട്ടോ. ഇതാണ് ഷോപ്പ് കേട്ടോ. കാണുന്നുണ്ടോ അറിയില്ല, കാരണം ഷോപ്പ് വലിയ പിന്നെ കാണാനൊന്നുമില്ല, ചെറിയൊരു സെറ്റപ്പാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ പോവുകയാണ്. കൊക്കക്കോളേൻ്റെ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പോകണം. ഓരോരുത്തർ ഭക്ഷണം കഴിക്കുന്നതാണ്. അതിങ്ങനെ പോയി ആയി. ഇവിടെ സെൽഫ് സർവീസാണ് കേട്ടോ. നമ്മൾ ഇരുന്നിട്ട് വിളമ്പി തരാനാരൊന്നുമില്ല. അതെല്ലാവരും കുറേ പേര് കഴിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പോവുകയാണ്. റൈസ് നമ്മൾ വാങ്ങാൻ പോവാണ്. റൈസ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതാണ് റൈസ്. സാമ്പാർ ഉണ്ട്, തിളക്കുന്നുണ്ട് സാമ്പാർ. സാമ്പാർ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ രസമുണ്ട്. പിന്നെ മറ്റേ മോര് തൈരുണ്ട്. എല്ലാവരും സെർവിങ്ങിൻ്റെ തിരക്കിലാണ്, പാർസലിൻ്റെ തിരക്കിലാണ്. അപ്പോൾ നമുക്കൊരു റൈസ് മേടിക്കാം. ഇവിടുത്തെ പിക്കിൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അച്ചാർ എനിക്ക് അച്ചാർ പറ്റില്ല, കാരണം എന്താ BP ചെറിയൊരു വേരിയേഷൻ. അപ്പോൾ ഇപ്പം മരുന്ന് കുടിക്കുന്നുണ്ട്. അച്ചാർ സ്പെഷ്യൽ ടേസ്റ്റാണ് അവർക്ക്. കേട്ടോ ഒരു ചോറ് കൊണ്ട ഒരു റൈസ്. അക്ക വരാൻ നിമിഷം. അക്ക ഇവിടുത്തെ സ്പെഷ്യൽ പിന്നെ കുക്ക്, അതായത് ഷെഫാണ്, ചീഫ് ഷെഫാണ് അക്ക കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിന്ന് വരുമ്പോൾ മൈസൂരൊക്കെ വരുമ്പോൾ അക്കേൻ്റെ പാചകത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കാറ്. അടിപൊളി ഭക്ഷണമാണ്. എല്ലാം അക്ക ആ സ്നേഹത്തോടെ അക്ക അത് വിളമ്പിത്തരും. ഇതാണ് അക്ക നമ്മളിവിടുത്തെ സ്പെഷ്യൽ ഷെഫ്. ഓക്കെ, നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഭക്ഷണം ഒരു നല്ല ചൂട് സാമ്പാറിനാണ്, തിളക്കുന്ന സാമ്പാറിനാണ് സാമ്പാർ വെക്കുന്നത്. പിക്കിൾ എടുത്ത്, പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ കഴിച്ചു പോകും കേട്ടോ, പറയാൻ പറ്റില്ല. അത് സൂപ്പർ. ഇതുണ്ടോ, ഞാനത് കഴിക്കാൻ പോവാണ് കേട്ടോ. സൂപ്പർ സാധനമാണ്, ഞാൻ കഴിക്കാൻ പോവാണ്. നമ്മളിനി ഇവിടെ ഇരുന്ന് കുറച്ച് ബോട്ടിലൊക്കെ ഉണ്ട്. എന്താ സംഭവം എനിക്ക് കർണാടകയൊക്കെ അറിയില്ല കേട്ടോ, തീരെ അറിയില്ല. കുറച്ച് അറിയുള്ളൂ. കുറച്ച് അറിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഊട്ടായിത്ത അത് മാത്രമേ അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. ഇതവിടെ എല്ലാവരും കഴിക്കുന്നുണ്ട്. അണ്ണന്മാരൊക്കെ കഴിക്കുന്നുണ്ട്. ഇവിടെ ഒരു അണ്ണനായിട്ട് കഴിക്കുന്നുണ്ട്. അണ്ണാ ഒരു ആയി അറിയാം. നമ്മളൊക്കെ കഴിക്കുകയാണ്. എൻ്റെ കൂടെ ഇവരൊക്കെ ഉണ്ട്. എല്ലാവരുടെയും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതൊരു സ്പെഷ്യൽ സുഖമാണ് കേട്ടോ. ഓക്കെ, ഒന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അന്നത്തെ പോലത്തെയും ഇന്നും രസമുണ്ടോ നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാമ്പാർ നല്ല ചൂടാണ്. ഓക്കെ, ഇതാണ് ഒന്ന് കഴിച്ച് നോക്കട്ടെ. സാമ്പാർ നല്ല ചൂടായി. റൈസിൻ്റെ അടിപൊളിയാണ് റൈസ്. അടിപൊളി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കഴിച്ച് കഴിഞ്ഞ് നമുക്ക് സാമ്പാറിലേക്ക് ചിലപ്പോൾ പിന്നെ ഫോണ് വീഴും. ഓക്കെ, എന്നാൽ ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. നല്ല റെസ്റ്റുണ്ട് അതുകൊണ്ടാട്ടോ. ഓക്കെ, ബൈ.
നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടോ, നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. നമ്മൾ വയറ് നിറച്ച് ചോറും സാമ്പാറും കഴിച്ചിട്ട് 35 രൂപയാണ് ആയത്, 35 റുപ്പീസ്. വയറ് ഫുള്ള് നിറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ അക്കേനെ കണ്ടിട്ട് താങ്ക് യു പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഓക്കെ, അക്കേനെ നോക്കി. അക്കേനെ അക്ക താങ്ക് യു അക്ക. പിന്നെ നമുക്ക് നെയിം രത്നക്കയാണ്. അപ്പോൾ 35 രൂപയ്ക്ക് വയറ് നിറഞ്ഞു. താങ്ക് യു. ഓക്കെ, ഇനി വീണ്ടും കാണാം. ഇടയ്ക്കിടയ്ക്ക് മൈസൂർ വരും. ഓക്കെ, ശരി. ഓക്കെ. അപ്പോൾ അതാണ് സംഭവം. നമ്മൾ കഴിച്ച് ഇറങ്ങിയിട്ടോ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നെഞ്ചങ്കോട് കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ പിന്നെ 35 രൂപയുള്ളൂ അവിടെ മീൽസിന്. വയറ് നിറച്ച് ചോറും സാമ്പാറും. വൃത്തിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് കൺസേൺ ഉള്ളവർ പോകാൻ പറ്റിയൊരു സ്ഥലമല്ല. വെള്ളം എൻ്റെ അടുത്ത് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ അവർ തരുന്നത് വൃത്തിയുണ്ട്. സറൗണ്ടിങ് അപ്പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഇന്ന് ഞാൻ കഴിച്ച സാമ്പാറിലൊരു ഈച്ച ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ വിശപ്പിൻ്റെ ഒരു കാഠിന്യം കൊണ്ട് ഞാൻ ഈച്ചനെ പെറുക്കി അരിയിൽ വെച്ചിട്ട് ഞാൻ കഴിച്ചു. അപ്പോൾ അതൊക്കെയാണ് സംഭവം. അപ്പോൾ ഈച്ചയല്ലേ, നല്ല തിളച്ച സാമ്പാറിനാണ് കിട്ടിയത്. നല്ല തിളച്ചായതുകൊണ്ട്, നല്ല വെട്ടി തിളയ്ക്കുന്നതുകൊണ്ട് അതിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഈച്ചനെ വറുത്ത് നിന്ന രാജ്യമില്ല, പിന്നെയാണ് ഒരു ഈച്ചപ്പെട്ട സാമ്പാർ. അതൊന്നും വിഷയമല്ല എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ തിന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനിപ്പോൾ അടുത്ത വീഡിയോസ് കാണാം. ടാറ്റ, ബൈ ബൈ.